ചോദ്യങ്ങളിലൂടെ നമുക്ക് ഉയർത്താം. ചോദ്യങ്ങൾ ഉത്തരമാകരുത്, നീണ്ടുപോകരുത്. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ചോദിക്കുകയും ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഉത്തരം പറയുകയും എന്നുള്ളതാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ മൈക്ക് അവിടെ സദസ്സിൽ വരുന്നുണ്ടാവും. ആർക്കും ചോദിക്കാം. ചോദിക്കുമ്പോൾ ആരോട് ചോദിക്കുന്നു എന്നാദ്യം പറയണം. അതെ, ചോദ്യം ചോദിക്കാൻ പിറകിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നിൽ വന്നിരിക്കാം. മുന്നിൽ ഇരിക്കുന്നവരൊന്ന് മൈക്ക് കൊടുക്കും. ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ തീരെ പിറകിലുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് കടന്നു വന്നിരിക്കാം. ഈ സംവാദത്തിൽ രണ്ടുപേരും അംഗീകരിച്ച ഒരു പൊതുസംജ്ഞ മാധ്യമങ്ങൾക്ക് പിന്നിൽ ഒരു മുതലാളിത്ത ശക്തി ഉണ്ട് എന്നാണ്. രണ്ടുപേരും അംഗീകരിച്ച ഒരു പൊതുസംജ്ഞ മാധ്യമങ്ങൾക്ക് പിന്നിൽ മുതലാളിത്ത അജണ്ട ഉണ്ട് എന്ന് തന്നെയാണ്. അനുഭവങ്ങളിൽ പ്രൊഫസർ KN സാർ പറഞ്ഞത് ഇവിടെ അടിയിൽ നിന്ന് ഒരു ജനാധിപത്യ തലം വളർന്ന് വികസിക്കുന്നുണ്ട് എന്നുമാണ്. ഫ്രാൻസ് ഫാനൻ്റെ റെച്ചർഡ് ഓഫ് എർത്ത്, പീഡിതരുടെ ദുഃഖം എന്നതിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നത് അധിനിവേശിത സമൂഹത്തിൻ്റെ മൂല്യങ്ങൾ തട്ടിയെടുക്കും എന്നുള്ളതുകൊണ്ടാണ്. അത് സംഭവിക്കാതിരിക്കാൻ ഈ വളർന്നു വരുന്ന ജനാധിപത്യ ശക്തിയെ, അടിയിൽ നിന്ന് വളർന്നു വരുന്ന ജനാധിപത്യ ശക്തിയെ സ്വധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ മായം ചേർക്കാതെ KN സാർ പറഞ്ഞിട്ടുള്ള രാഷ്ട്ര അസ്തിത്വത്തിൻ്റെ നിലപാടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് രണ്ടു പേരോടുള്ള ചോദ്യമാണ്. ആദ്യം ആര് പറയണം എന്നുള്ളത് മോഡറേറ്റർ നിശ്ചയിക്കണം. നമസ്കാരം. സ്വാമിജി, ഇവിടെ ചോദ്യകർത്താവ് ഉന്നയിച്ച വിഷയത്തിൽ രണ്ടു പേരോടുമാണ് ചോദ്യം. നമുക്കതിൽ മറ്റൊന്നും പറയാനില്ല, ഒറ്റ ആശയമേ പറയാനുള്ളൂ. വ്യക്തിയെ അവൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് ഉയർത്തുന്നതും സമാജത്തെ കൂട്ടിയോജിപ്പിക്കുന്നതും ഒന്നാണ് ധർമ്മം. ഈ ധർമ്മം എന്ന ആശയത്തെ പോഷിപ്പിക്കാൻ മാധ്യമങ്ങൾ ആവുന്നത് പരിശ്രമിക്കുകയും ധർമ്മബോധം നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതി രാഷ്ട്രത്തിൽ നടപ്പിലാക്കപ്പെടുകയും ചെയ്താൽ തന്നെ മറ്റ് എല്ലാ പരിണാമങ്ങളും വ്യവസ്ഥയ്ക്ക് വേണ്ട ക്രമീകരണങ്ങളും സ്വാഭാവികമായി സംഭവിക്കും. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒറ്റ പരിഹാരമേ ഉള്ളൂ. ഇവിടെ ഉന്നയിക്കപ്പെട്ട വിഷയത്തിൽ അടിയിൽ നിന്ന് ഉയർന്നു വരുന്ന ജനാധിപത്യ ബോധവും തദ്വാര വികസിതമാകുന്ന പൗരബോധവും തദ്വാര മഹിമഭാവത്തിലേക്ക് ഉയരുന്ന രാഷ്ട്രവും സാക്ഷാത്കൃതമാവണമെങ്കിൽ ധർമ്മം 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 എന്ന സങ്കല്പം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യാപിപ്പിക്കാൻ എല്ലാവരും പരിശ്രമിക്കുക. ഈ ചോദ്യത്തിൽ പരാമർശിച്ച ഫ്രാൻസിസ് ഫാനൻ, അദ്ദേഹത്തിൻ്റെ ദ റെച്ചർഡ് ഓഫ് ദി എർത്ത്, ഭൂമിയിലെ നിന്ദിതരും പീഡിതരുമായ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വളരെ മൗലികമായ ആലോചനയാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായൊരു കാഴ്ചപ്പാടുണ്ട്. അത് ഈ ചോദ്യത്തിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് വിപ്ലവം എന്ന് പറയുന്നത് അപ്പത്തിന് വേണ്ടിയുള്ള സമരമല്ല, അത് ആത്മാഭിമാനത്തിന് വേണ്ടിയുള്ള സമരമാണ്. ആത്മാഭിമാനത്തിൽ അപ്പവും ഉൾപ്പെടും. ഇത് വളരെ പ്രധാനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഒരു രാഷ്ട്രത്തിൽ ഒരു ജനത ഭക്ഷണം കഴിച്ചും ജോലി ചെയ്തും ജീവിക്കുന്നു എന്നതുകൊണ്ട് മാത്രം അത് സൂക്ഷ്മാർത്ഥത്തിൽ ഒരു ജീവിതമല്ല, അത് മനുഷ്യൻ്റെ ജീവിതം ആയിത്തീരുകയില്ല. ഒരു ജനതക്ക് ആത്മാഭിമാനത്തോടെ, ഒരു രാഷ്ട്രത്തിലെ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങൾക്ക് ആത്മാഭിമാനത്തോടെ ആ രാഷ്ട്രത്തിൽ ജീവിക്കാൻ പറ്റണം. അവരുടെ അപ്പവും അവരുടെ തൊഴിലും ആവിഷ്കാരവും ആത്മാഭിമാനത്തിൻ്റെ ഭാഗമായിരിക്കണം. ആ അർത്ഥത്തിലാണ് ഫ്രാൻസിസ് ഫാനൻ തൻ്റെ വിപ്ലവ നിലപാട് വികസിപ്പിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം
ചോദ്യത്തിൽ ഉന്നയിച്ച ഒരു കാര്യം, നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങൾ അപഹരിക്കപ്പെടുന്നുണ്ട്. അത് വളരെ ഗൗരവമായൊരു പ്രശ്നമാണ്. ഉദാഹരണമായിട്ട് അംബേദ്കർ മുതൽ ഏറ്റവും അടിത്തട്ടിലെ ജനങ്ങളുടെ വിമോചനത്തിൻ്റെ പക്ഷത്ത് നിന്ന് ഒരു സന്ദർഭത്തിൽ അംബേദ്കർ മഹാത്മാഗാന്ധിയോട് പറയുന്നുണ്ട്, മിസ്റ്റർ ഗാന്ധി, അങ്ങ് പറയുന്ന ഒരു മാതൃരാജ്യം എനിക്കില്ല, എനിക്ക് മാതൃരാജ്യമില്ല, ഞാൻ ബഹിഷ്കരിക്കപ്പെട്ടവനാണ്, പുറത്താക്കപ്പെട്ടവനാണ് എന്ന് നെഞ്ച് വെച്ചിട്ട് അംബേദ്കർ പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപഹരിക്കപ്പെടുക എന്നുള്ളത് അതിന് സാംസ്കാരിക വിമർശനത്തിൽ ഹെജിമോണിക് അപ്രോപ്രിയേഷൻ എന്നാണ് പറയുക, പിടിച്ചെടുക്കുക. അംബേദ്കർ ഉൾപ്പെടെ എല്ലാ ജനാധിപത്യവാദികളെയും പിടിച്ചെടുക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അതിനെതിരെ ഞാൻ കരുതുന്നത് മതനിരപേക്ഷ ജനാധിപത്യ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത മതങ്ങളിലും ജാതികളിലും പെട്ട, വ്യത്യസ്ത പാർട്ടികളിൽപ്പെട്ട, ഒരു ജാതിയിലും മതത്തിലും പെടാത്ത മനുഷ്യരുടെ വിപുലമായ വികേന്ദ്രീകൃതവും കേന്ദ്രീകൃതവുമായ കൂട്ടായ്മ ഒരേ സമയം വികസിച്ച് വരണം. മതനിരപേക്ഷതയായിരിക്കണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് ചുരുക്കം. എൻ്റെ സംശയം പ്രൊഫസർ സാറോടാണ്. അങ്ങയുടെ പ്രഭാഷണത്തിൽ ഞാൻ ഇപ്പം ചോദിക്കാൻ പോകുന്നത് 2 പോയിന്റുകളെ കേന്ദ്രീകരിച്ചാണ്. ഒന്ന്, അങ്ങ് പറഞ്ഞു ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ലാഭം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അതൊരു ചൂഷണത്തിന് ധാരാളം സാധ്യതയുള്ള കോർപ്പറേറ്റ് മുതലാളിത്തത്തിന് ചൂഷണം ചെയ്യുവാൻ വളരെ നല്ല സാഹചര്യം വെക്കുന്ന സംവിധാനമാണെന്ന് അങ്ങ് പറഞ്ഞു. മറ്റൊന്ന്, ഒരു മതരാഷ്ട്രത്തെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തോടും ഒരു മതേതര രാഷ്ട്രത്തോടും താരതമ്യം ചെയ്തുകൂടാ. ഈ ഇത് പറയുമ്പോൾ ഇന്ത്യയെ താരതമ്യം ചെയ്യുമ്പോൾ, അങ്ങയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യയെ താരതമ്യം ചെയ്യുമ്പോൾ വേണ്ട അമേരിക്കയോടും അതുപോലെ തന്നെ ബ്രിട്ടനോടൊക്കെയാണ്. അവിടെയൊക്കെയാണ് ജനാധിപത്യം നിലനിൽക്കുന്നത്. അവിടെ ജനാധിപത്യമായതുകൊണ്ട് അതൊരു ചൂഷണ ഭരണ സംവിധാനമാണ് താനും. അപ്പോൾ അങ്ങയുടെ മനസ്സിലുള്ള ഒരു ആദർശ രാഷ്ട്രീയ സംവിധാനം ഏതാണ്? കമ്മ്യൂണിസമാണോ അതോ ഇസ്ലാമിക രാഷ്ട്രീയ സംവിധാനമാണോ? ഒന്ന് വ്യക്തമാക്കി തന്നാൽ നന്നായിരുന്നു. ഒന്നാമത്തേത്, ഞാൻ പറഞ്ഞ കാര്യം അതിൻ്റെ സൂക്ഷ്മതയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ എൻ്റെ വിവരണം കുറഞ്ഞതുകൊണ്ടാണോ എന്നറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞത് ഇതാണ്: ജനാധിപത്യം എന്തൊക്കെ തരത്തിലുള്ള പരിമിതികളുണ്ടെങ്കിലും ഏറ്റവും വികസിച്ച നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ രൂപമാണ്. എന്നാൽ ആ ജനാധിപത്യത്തെ പോലും കോർപ്പറേറ്റുകൾ ഹൈജാക്ക് ചെയ്യുന്നു എന്ന് മാത്രമല്ല, കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിന് അനുയോജ്യമായൊരു നിർവചനം തന്നെ ജനാധിപത്യത്തിന് വേണ്ടി ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ലോകപ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മിൽട്ടൺ ഫ്രീഡ്മാനാണ് ക്യാപിറ്റലിസം ആൻഡ് ഫ്രീഡം എന്ന പുസ്തകത്തിൽ ഈ നിർവചനം നൽകിയത്. ആ നിർവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ഈസ് ദി എസൻസ് ഓഫ് ഡെമോക്രസി എന്നാണ്. ഇതൊരു അശ്ലീല നിർവചനമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ജനാധിപത്യത്തെ കോർപ്പറേറ്റുകൾ റാഞ്ചുന്നതിനെതിരെയുള്ള ഒരു ജനാധിപത്യവാദിയുടെ പ്രതികരണവും പ്രതിരോധവുമായിരുന്നു എൻ്റെ പ്രഭാഷണത്തിലെ വാക്യം. അതിനെ സുഹൃത്ത് ചോദ്യമാക്കിയത് അതിൻ്റെ നേരെ വിപരീത തലത്തിൽ നിന്നുകൊണ്ടാണ്. തീർച്ചയായിട്ടും അതിനും സ്വാതന്ത്ര്യമുണ്ട് എന്നതിനാൽ, അനുകൂല ബന്ധം പോലെ തന്നെ എതിർബന്ധവും സ്വാഗതം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നതിനാൽ ആ ചോദ്യത്തെ തെറ്റായ രീതിയിലാണെങ്കിലും അവതരിപ്പിച്ചത് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ പ്രശ്നം, എൻ്റെ അവതരണത്തിലുടനീളം ഞാൻ സ്വീകരിച്ച ഒരു പരുക്കൻ രീതിശാസ്ത്രം പിന്തുടർന്നിരുന്നുവെങ്കിൽ ഇത് ഏത് കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നൊരു ചോദ്യം ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഈ അവതരണത്തിൻ്റെ ഒരു മെത്തഡോളജി പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ്. എൻ്റെ മെത്തഡോളജി മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അവതരണം തന്നെയാണ്. അതല്പം ശ്രദ്ധിച്ചാൽ, ഞാൻ മാർക്സ്, ആംഗൽസ്, ലെനിൻ, സ്റ്റാലിൻ, മാവോ എന്ന് പേരൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും പറഞ്ഞ ചില പേരുകളിൽ ജനാധിപത്യ ഇടതുപക്ഷ കാഴ്ചപ്പാടോട് ബന്ധപ്പെട്ടതാണ്. ഇനി മറ്റൊരു ചോദ്യം അദ്ദേഹം ചേർത്തിരിക്കുന്നത് താരതമ്യത്തിൻ്റെ യുക്തി എന്താണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം ഞാൻ ഉന്നയിച്ചു. അതായത്, ഒരു മതരാഷ്ട്രത്തെ ഒരു മതരാഷ്ട്രത്തോട്, ഒരു മതേതര രാഷ്ട്രത്തെ മറ്റൊരു മതേതര രാഷ്ട്രത്തോട് നമ്മൾ താരതമ്യം ചെയ്യണം എന്ന് സാമാന്യമായി പറഞ്ഞു വെക്കുകയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. മതേതര നിലപാടുകളിൽ തന്നെ വ്യത്യാസമുണ്ട്, ജനാധിപത്യ നിലപാടുകളിലും വ്യത്യാസമുണ്ട്.
ബ്രിട്ടനിലേതും ഇന്ത്യയിലേതും ജനാധിപത്യം തന്നെയാണ്. പക്ഷേ ആ ജനാധിപത്യം സൂക്ഷ്മതലത്തിൽ വേണമെങ്കിൽ ഒട്ടേറെ വ്യത്യാസമുണ്ട്. കാരണം ഇന്ത്യയിൽ ഇപ്പോഴും ജാതി മേൽക്കോയ്മ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിലെ ഒരു മേൽപ്പാളി മാത്രമാണ്, ബാക്കി 9 ഈ മേൽക്കോയ്മക്കകത്താണ്. ഇത് അംബേദ്കറുടെ നിരീക്ഷണമാണ്, എൻ്റെ നിരീക്ഷണമല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, കാഞ്ചായിളയുടെ ഒരു പുസ്തകത്തിൽ ബഫലോ നാഷണാലിസ് ആണെന്ന് തോന്നുന്നു, അതിൻ്റെ ഒരു ആർട്ടിക്കിളിൻ്റെ പേര് കാസ്റ്റ് ഷാഡോ ഇൻ ലണ്ടൻ എന്നാണ്. നമ്മൾ ലണ്ടനിൽ ചെല്ലുമ്പോഴും നമ്മൾ അമേരിക്കയിൽ ചെല്ലുമ്പോഴും അവിടെ ഈ ഒരു മേൽക്കോയ്മ രൂപപ്പെട്ടു വരികയാണ്. അതുകൊണ്ട് ഞാൻ ഒറ്റ വാചകത്തിൽ ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ മതേതരത്വത്തെ ഏറെക്കുറെ നമുക്ക് മറ്റൊരു മതേതര രാജ്യത്തോട് താരതമ്യം ചെയ്യുമ്പോൾ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആ പ്രയാസം ഓരോ ഇന്ത്യക്കാരനും അനുഭവിക്കുന്ന പ്രയാസം തന്നെയാണ്. അത് നമുക്ക് വെറും സംവാദത്തിലൂടെ പരിഹരിക്കാൻ പറ്റില്ല. അതിനാവശ്യമായ പൊതുപ്രവർത്തനം നമ്മൾ നടത്തേണ്ടതുണ്ട്. ഒറ്റ വാക്യം, ജാതിരഹിതവും മതനിരപേക്ഷവുമായ ഒരാധുനിക ഇന്ത്യൻ സമൂഹം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. ഇതാണ് പൊതുവെ ഞാൻ സംക്ഷിപ്തമായി പറയാൻ ശ്രമിച്ചത്. ഇവിടെ എഴുതി ലഭിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം സ്വാമിജി ഇപ്പോൾ പറയുന്നുണ്ടാവും. എഴുതി 2 കടലാസാണ് ലഭിച്ചത്. മോഡറേറ്റർ ഒന്നിന് ഉത്തരം പറയാം എന്ന് പറഞ്ഞതുകൊണ്ട് അതിനൊരുങ്ങുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ലഭിച്ച അവാർഡുകൾ പലരും തിരിച്ചേൽപ്പിച്ചു. എന്നാൽ അതോടൊപ്പം ലഭിച്ച അർത്ഥം തിരിച്ചേൽപ്പിച്ചില്ല. ഇക്കാര്യം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത് നമുക്കറിയില്ല. എത്ര പേര് തിരിച്ചു കൊടുത്തെന്നും അറിയില്ല. അവാർഡിൻ്റെ ഫലകം മാത്രം തിരിച്ചു കൊടുത്തു, പണം തിരിച്ചു കൊടുത്തില്ല. ഇതൊക്കെ ഇന്ന് ഭാരതത്തിൽ നിലവിലുള്ള വിവരാവകാശ നിയമം അനുസരിച്ച് ആർക്കും ചോദിക്കാവുന്നതാണ്. അത്തരം വിവരാവകാശ നിയമം അനുസരിച്ചിട്ടുള്ള ഒരു അധികാരി സ്ഥാനത്തും ഇരിക്കുന്ന ആളല്ല സ്വാമി ചിദാനന്ദപുരി. നമസ്കാരം. എൻ്റെ ചോദ്യം ബഹുമാനപ്പെട്ട KN കുഞ്ഞാമുഹമ്മദ് സാറിനോടാണ്. ജാതീയതയുടെ തിക്തഫലങ്ങളുടെ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് സാറ് ഹൈന്ദവ ധർമ്മത്തെ വിമർശിച്ചു. കൂടാതെ സഹോദരൻ അയ്യപ്പൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് മനുസ്മൃതിയെയും മനുവിനെയും അദ്ദേഹം വിമർശിച്ചു. എങ്കിൽ ഒരു കാര്യം കൂടെ, ലോകത്ത് നടക്കുന്ന തീവ്രവാദ ആക്രമണങ്ങളുടെ ഉദാഹരണങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട്, മറ്റു പല മതപരമായ അസഹിഷ്ണുതകൾ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ഇസ്ലാമിക സമൂഹത്തെ വിമർശിക്കാമോ? അതുപോലെ തന്നെ മനുസ്മൃതിയെയും മനുവിനെയും വിമർശിച്ച പോലെ തന്നെ വിശുദ്ധ ഖുറാനെയും അതെഴുതിയ മുഹമ്മദ് നബിയെയും ഏത് രീതിയിൽ താങ്കൾ വിമർശന കണ്ണോടുകൂടി കാണുന്നു? ഈ ചോദ്യത്തിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ പരിമിതി എന്താന്ന് പറഞ്ഞാൽ, പല സുഹൃത്തുക്കളും വിചാരിക്കുന്നത് ഞാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരോ 2015 ഈ ഡിസംബർ മാസം ഇന്നത്തെ തീയതി ഇവിടെ വെച്ച് തുടങ്ങിയ മനുഷ്യന്മാരാണെന്നാണ് വിചാരിക്കുന്നത്. സുഹൃത്തെ, അങ്ങനെയല്ല. 10-40 കൊല്ലമായി കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ദൈക്ഷണിക മണ്ഡലങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങളെപ്പോലുള്ളവർ. ഞങ്ങളോടൊക്കെ ഇത്തരം ചോദ്യങ്ങൾ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഞാൻ പറയട്ടെ, നഴ്സറി ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കരുത്. കാരണം ഒരു 30 കൊല്ലം മുമ്പ് സ്വർഗം നരകം പരലോകം എന്ന പേരിൽ ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാന കാഴ്ചപ്പാടുകളെ രൂക്ഷമായ വിമർശന പശ്ചാത്തലത്തിൽ ഒരു പുസ്തകം എഴുതി, ആ പുസ്തകത്തിൻ്റെ പുതിയ പതിപ്പുകൾ വന്ന് ഏറ്റവും പുതിയ സമയത്ത് ചിന്താ പബ്ലിഷേഴ്സ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ച് കേരളത്തിൻ്റെ മാർക്കറ്റിൽ ഇപ്പോഴും ലഭ്യമായ ഒന്നാണ്. അതുപോലെ ശരീഅത്ത് സംവാദം വന്ന കാലത്ത് ശരീഅത്ത് മിഥ്യയും യാഥാർത്ഥ്യവും എന്ന പേരിൽ 80-കളിലാണ് ഞാനും ഹമീദും കൂടെ സംയുക്തമായിട്ടൊരു പുസ്തകം, അത് പ്രസിദ്ധീകരിച്ചത് പുരോഗമന കലാസാഹിത്യ സംഘമാണ്. അതിൻ്റെ ഒരു പ്രവർത്തകനാണ് ഞാൻ. മാത്രമല്ല, കേരളത്തിൽ വളരെ കൃത്യമായി വന്ദിക്കാൻ അവകാശമുണ്ടെങ്കിൽ നിന്ദിക്കാനും അവകാശമുണ്ട് എന്ന പേരിൽ മാതൃഭൂമി ഓണപ്പതിപ്പിൽ എൻ്റെ ലേഖനം വന്നിട്ടുണ്ട്. ഇങ്ങനെ കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ദൈക്ഷണികമായി പുസ്തകത്തിൽ, പ്രഭാഷണത്തിൽ, ജീവിതത്തിൽ ഇത്തരം നിലപാട് നിർഭയമായി പുലർത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി സാംസ്കാരിക പ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ. ജിബ്രാൻ്റെ ഒരു വാക്യമുണ്ട്, അടിമുടി രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരാൾ തെരുവിൽ നിന്ന് കുട്ടികളെറിയുന്ന കല്ലുകൾക്ക് മുമ്പിൽ ചൂളുകയില്ല. അഭിവാദ്യങ്ങൾ. ഇവിടെ എഴുതി ലഭിച്ച ഒരു ചോദ്യത്തിന് സ്വാമിജി മറുപടി പറയും. ഇവിടെ മോഡറേറ്റർ
ചുരുക്കി ചോദിക്കണം എന്നുള്ള നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ടാണ് ഈ പേപ്പർ ഉള്ളത്. എങ്കിലും അനുവദിച്ചതുകൊണ്ട് വായിക്കാം. വർത്തമാനകാല സാഹചര്യത്തിൽ പ്രസിദ്ധ സാഹിത്യകാരന്മാരെ കൊല ചെയ്തും വേട്ടയാടിയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടിരിക്കുന്നു. ഗോമാംസം കഴിക്കുക തുടങ്ങിയ വൈകാരിക വിഷയങ്ങൾ ഉയർത്തി ന്യൂനപക്ഷങ്ങളെ കൂട്ടൽ കൊല ചെയ്യാൻ അരങ്ങൊരുങ്ങുന്നു. ഹിന്ദുരാഷ്ട്ര സ്ഥാപനം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഫാസിസ്റ്റുകൾ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി മൗനത്തിലൂടെ ഇവർക്ക് ഊർജം പകരുന്നു. ഇതൊന്നും ചോദ്യങ്ങളല്ല, കുറേ നിരീക്ഷണങ്ങൾ മാത്രമാണ്. ഇത്തരം നിരീക്ഷണങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇതെഴുതിയ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അതിനെ നമ്മൾ അനുകൂലിക്കുന്നു. ഇവിടെ ചോദ്യം ചോദിക്കാൻ അല്ലെങ്കിൽ സംശയം ഉന്നയിക്കാനാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിലൊന്നും ചോദ്യങ്ങളോ അല്ലെങ്കിൽ സംശയങ്ങളോ അല്ല. പക്ഷേ ഈ നിരീക്ഷണങ്ങളെ അനുകൂലിക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം ഭാരതത്തിൽ ഗോവധത്തെ നിരോധിക്കുന്ന, ഭാഗികമായോ പൂർണ്ണമായോ നിരോധിക്കുന്ന 24 നിയമങ്ങളാണുള്ളത്. ഈ 24 നിയമങ്ങളിൽ ചിലത് മാത്രം, ഉദാഹരണം പറഞ്ഞാൽ ആന്ധ്രാപ്രദേശ് വിഭജനത്തിന് ശേഷം, മധ്യപ്രദേശ് വിഭജനത്തിന് ശേഷം, പഞ്ചാബ് നിയമത്തിൻ്റെ കീഴിൽ ഹരിയാന കൂടി വന്നതിന് ശേഷം നിയമത്തിൽ ചില പരിഷ്കരണങ്ങൾ വരുത്തേണ്ട ആവശ്യം വന്നതുകൊണ്ട് ചില മോഡിഫിക്കേഷൻസ് ഈ അടുത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് അംഗീകരിക്കുന്നു. ബാക്കി മുഴുവൻ നിയമങ്ങളും 1950കളിലും 60കളിലും വന്ന നിയമങ്ങളാണ്. ഗോവധം സംബന്ധിച്ച്, ഗോവധ നിരോധം സംബന്ധിച്ച് ഒരു നിയമം പോലും പുതുതായിട്ട് ഭാരതത്തിൽ വന്നിട്ടില്ല. ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. ഇതിന് അപവാദം പഞ്ചാബ് നിയമത്തിൻ്റെ കീഴിലായിരുന്നു ഹരിയാന, അതുപോലെ ബോംബെ നിയമത്തിന് കീഴിലായിരുന്നു ഗുജറാത്ത്. ഈ രണ്ടിലും മാറ്റം വരുത്തി എന്നുള്ളതല്ലാതെ ഒരു വകുപ്പിൽ പോലും മാറ്റം വരുത്തിയിട്ടില്ല. പിന്നെ ഇവിടെ എവിടെയാണ് ഗോവധം സംബന്ധിച്ച് പുതിയൊരു പ്രശ്നം വന്നത്? ഇത് ഉണ്ടാക്കി തീർത്തൊരു സൃഷ്ടിയാണ്. അല്ലാതെ പുതുതായിട്ട് ഭരണവുമായി, ഇന്നത്തെ കേന്ദ്രത്തിൻ്റെ ഭരണവുമായി ഗോവധവുമായി ബന്ധപ്പെടുത്തി മാധ്യമങ്ങൾ പറയുന്നത് കേവലം അസത്യജൽപ്പനമെന്നല്ലാതെ, ആഭാസവാക്യമെന്നല്ലാതെ മറ്റൊന്നും പറയാൻ വയ്യ. കാരണം പുതിയ ഒരു നിയമം പോലും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഈ വിഷയം ഒന്ന് പരിശോധിക്കുക, അപ്പോൾ മനസ്സിലാവും. 2, ഹിന്ദു രാഷ്ട്ര സ്ഥാപനം യാഥാർത്ഥ്യമാക്കാൻ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്ത മത അനുയായികൾ അവരവരുടെ നാടുകളിൽ നിന്ന് പീഡനമേറ്റെടുത്ത് വന്നപ്പോൾ സമാശ്രയിക്കാൻ അവസരം കൊടുത്തത് ഒരു സംസ്കൃതിയാണെങ്കിൽ ആ സംസ്കൃതിയല്ലേ? അല്ലാതെ എന്ത് രാഷ്ട്രമാണ് പുതുതായിട്ട് പറയുന്നത്? മനസ്സിലാവുന്നില്ല. അപ്പം ഇത്തരം വാക്കുകളെ കൊണ്ടുള്ള കസർത്ത് കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കുക. ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് സനാതന ധർമ്മ പരിഷത്തിൻ്റെ അഭിപ്രായം എന്താണ്? ഇവിടെ സനാതന ധർമ്മ പരിഷത്തിൻ്റെ വക്താവായിട്ടല്ല സ്വാമി ചിദാനന്ദപുരി നിൽക്കുന്നത്. ഈ ചർച്ചയിൽ വ്യക്തിപരമായിട്ടാണ് സംബന്ധിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ചിദാനന്ദപുരി സ്വാമി പറയുന്ന അഭിപ്രായം വൈയക്തികമായ അഭിപ്രായമാണ്, സനാതന ധർമ്മ പരിഷത്തിൻ്റെ അഭിപ്രായം അല്ല. അതിൻ്റെ അഭിപ്രായം യോഗം കൂടി ഭൂരിപക്ഷത്വേന തീരുമാനിച്ച്, എനിക്കെതിരഭിപ്രായമാണെങ്കിൽ പോലും ഭൂരിപക്ഷത്തെ അംഗീകരിക്കും എന്നുള്ളതാണ് അതിന് പറയാനുള്ളത്. അതിനേക്കാൾ രസകരമായ ചോദ്യം, ഇന്ത്യയിലെ നിഷ്പക്ഷമായ മാധ്യമങ്ങളെ അല്ലേ അല്പമെങ്കിലും ഇതിന് തടയിടാൻ രംഗത്ത് വന്നിട്ടുള്ളത്? ഇതിനെ മാധ്യമ വിചാരണ എന്ന ആരോപണം ഉന്നയിച്ച് ഒതുക്കാൻ ശ്രമിക്കുന്നത് ഫാസിസ്റ്റ് അജണ്ടയല്ലേ? ആർക്കാ ഒതുക്കാൻ കഴിയുക? ഒരു സ്വാമി ചിദാനന്ദപുരിയോ ഒരു പ്രൊഫസർ KN കുഞ്ഞാമുതോ വിചാരിച്ചാൽ ഇതിനെയൊക്കെ ഒതുക്കാൻ കഴിയുമോ? ആശയങ്ങളെ മുന്നോട്ട് വയ്ക്കുന്നു, പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി കേൾക്കുന്നു. അതാണ് സംവാദത്തിൻ്റെ ലക്ഷണം. അദ്ദേഹം പറഞ്ഞ ആശയത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, ഞാൻ പറയുന്ന ആശയത്തിൽ അദ്ദേഹത്തിനും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും സ്നേഹത്തോടെ ഒരു വേദിയിലിരിക്കുന്നു. ഇത്തരം ചർച്ചകളല്ലേ നടക്കേണ്ടത്? ഇത്തരം ചർച്ചകൾ നടക്കുന്നതിനെയാണോ ഫാഷിസ്റ്റ് സമീപനം എന്ന് പറയുന്നത്? എങ്കിൽ ഫാഷിസം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒന്ന് മാറ്റി മനസ്സിലാക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് പണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയ പോലെയാണ്. ഇടത്തുകാല് വെച്ച് കയറിയപ്പോൾ നശിപ്പിക്കാൻ വന്നതാണോ എന്ന്, വലത്തുകാല് വെച്ച് കയറിയപ്പോൾ ഇവിടെ കൂടാൻ വന്നതാണോ എന്ന്, 2 കാലും വെച്ച് ചാടിയപ്പോഴോ സർക്കസ് രംഗമാണോ എന്ന്. ദയവ് ചെയ്ത് ഈ സമീപനം ഒന്ന് മാറ്റുക. സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കാനും തള്ളേണ്ടതിനെ തള്ളാനുള്ള യുക്തിബോധം ആരുടെ മുമ്പിലും പണയം വയ്ക്കാതിരിക്കുക എന്നേ ഇതെഴുതിയ സഹോദരനോട് പറയാനുള്ളൂ. 3 ചോദ്യമാണ് എനിക്ക് എഴുതി കിട്ടിയിട്ടുള്ളത്. അതിലൊരു ചോദ്യം നേരത്തെ തന്നെ വേറൊരു രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. എങ്കിലും ഒറ്റ വാചകം മാത്രം പറയാം. അതായത് ചോദ്യത്തിൻ്റെ ഉള്ളടക്കം ഇതാണ്: അസഹിഷ്ണുത, അതേക്കുറിച്ച് വളരെ
വാചാലമായിട്ട് സംസാരിക്കുന്ന ആളുകൾ അടിയന്തരാവസ്ഥ കാലത്ത് എന്താണ് ചെയ്തത്? ഇവരൊക്കെ അന്നും ഉണ്ടായിരുന്നില്ലേ? ചോദ്യം ശരിയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ഒരുപാട് പേര് പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ന് അസഹിഷ്ണുതക്കെതിരെ പ്രതികരിച്ചവരിൽ ചിലരും ആ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നു. ഇന്നില്ലാത്ത പലരും അന്ന് ആ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നു. അത് 70കളുടെ പകുതിയിലാണല്ലോ. തീർച്ചയായിട്ടും അടിയന്തരാവസ്ഥ കൃത്യമായും ഈ ചോദ്യത്തിൽ പറയുന്ന പോലെ വിമർശിക്കപ്പെടേണ്ടതും പ്രതിഷേധിക്കപ്പെടേണ്ടതുമാണ്. ഇന്ത്യൻ ജനത സ്വന്തം ജീവിതം കൊണ്ട് തന്നെയാണ് അതിനോട് പ്രതികരിച്ചത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അത് അവസാനിപ്പിക്കപ്പെടുന്നത്. പക്ഷേ ഇനി നമുക്ക് തിരിച്ച് ചിന്തിക്കാം. എന്തെങ്കിലും ചില കാരണത്താൽ അടിയന്തരാവസ്ഥക്കെതിരെ പ്രതികരിക്കാത്ത ഒരാൾ ഇപ്പം പ്രതികരിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും നമ്മളതിനെ സ്വാഗതം ചെയ്യണം. കാരണം വൈകിയെങ്കിലും ഇപ്പോഴെങ്കിലും പ്രതികരിച്ചുവല്ലോ എന്ന പേരിൽ അത് സ്വാഗതം ചെയ്യപ്പെടുകയാണ് വേണ്ടത്. അതല്ലാതെ നമ്മൾ മുമ്പ് ഏതെങ്കിലും ഒരു കൊള്ളരുതായ്മക്ക് കൂട്ടുനിന്നു, അതുകൊണ്ട് ജീവിതാന്ത്യം വരെ അയാൾ കൊള്ളരുതായ്മകൾക്ക് നിന്നുകൊണ്ടേയിരിക്കണം എന്ന് വാദിക്കുകയാണോ നമ്മൾ വേണ്ടത്? മറിച്ച് ഇപ്പോഴെങ്കിലും പ്രതികരിക്കാൻ സന്നദ്ധമായല്ലോ, അതിനെ പിന്തുണയ്ക്കുകയാണോ വേണ്ടത്? ഞാനെന്തായാലും രണ്ടാമത്തെ രീതി സ്വീകരിക്കുന്ന ആളാണ്. മുമ്പ് എന്തു ചെയ്തു എന്നത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ അതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ഒരാളുടെ മുഴുവൻ ഭാവി പ്രവർത്തനത്തെയും നാം നോക്കിക്കാണേണ്ടതില്ല എന്നാണ് അതിനോട് പ്രതികരിക്കാനുള്ളത്. TP ചന്ദ്രശേഖരൻ വധം മാത്രമല്ല, ഈ ഭൂമിയിൽ ഒരാൾ കൊല്ലപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഏതോ ഒരു ഉറവ തടസ്സപ്പെടുത്തപ്പെടുകയാണ്. അത് സങ്കടത്തിൻ്റെ ഒരു കാര്യമാണ്. ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഈ പ്രശ്നത്തിലടക്കം, നിങ്ങൾ ചോദിച്ച ഈ പ്രശ്നത്തിലടക്കം പരിമിതമായ തോതിലുള്ള പ്രതികരണം ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ നടത്തിയിട്ടുണ്ട്. പത്രങ്ങളിലൊക്കെ അത് വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു അസഹിഷ്ണുത മാത്രമല്ല, ഇങ്ങനെയാണോ ഇതിനെ നാം നേരിടേണ്ടത്? ഭൂതകാലത്തിൽ നടന്ന അസഹിഷ്ണുതയുടെ ഒരു കണക്കെടുത്തിട്ട്, ഒരു പട്ടിക എടുത്തിട്ട് ഇതിനൊരു കവചം സൃഷ്ടിക്കുകയാണോ വേണ്ടത്? അതല്ല. ഇത് ഞാൻ എൻ്റെ അവതരണത്തിൽ പറയാൻ ശ്രമിച്ചത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ മതങ്ങളോ വ്യക്തികളോ തമ്മിലുള്ള അസഹിഷ്ണുതക്കപ്പുറം അസഹിഷ്ണുത ഒരു ഔദ്യോഗിക നയമായി തീരുകയാണോ എന്ന് നമ്മൾ ഭയപ്പെടുന്ന ഒരു പശ്ചാത്തലത്തെ മുൻനിർത്തിയാണ് ഞാൻ പറഞ്ഞത്. ആ അർത്ഥത്തിലാണ് ഈ ചോദ്യം ഞാൻ പരിഗണിക്കുന്നത്. എൻ്റെ ചോദ്യം ഇനി പരമാവധി 2 ചോദ്യങ്ങൾ ആ നിലയ്ക്ക് തയ്യാറാവുക. സമയത്തിൻ്റെ പരിമിതിയുണ്ട്. എൻ്റെ ചോദ്യം ബഹുമാനപ്പെട്ട സ്വാമിജിയോടാണ്. അതായത് ഇപ്പോൾ നമ്മുടെ പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ ധാർമ്മികമായി ജനങ്ങളെ ഉയർത്തുന്നതിൽ അതൊരു പ്രത്യേക വിഭാഗമല്ല, എല്ലാ മതവിഭാഗങ്ങളുടെ ആത്മീയ നേതാക്കൾ ഒന്നിച്ചിരുന്ന് ചില പൊതുപ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ധാർമ്മികമായി ഉയർത്തുന്നതിൽ എത്രത്തോളം പങ്കുവഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്ന. അസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതുവരെ പറഞ്ഞ അസഹിഷ്ണുതയല്ല. ഇപ്പോൾ മദ്രാസ് ദുരന്തം അത് എല്ലാവരെയും വേദനിപ്പിക്കുന്ന കാര്യമാണ്. അതേസമയം നമ്മുടെ പത്രങ്ങളൊക്കെ ഹെഡിങ് കാണിക്കുന്നത് തിരുവനന്തപുരത്ത് നടക്കുന്ന ചരിത്രോത്സവം, ഇവിടെ കോഴിക്കോട്ട് നടക്കുന്ന സ്പോർട്സ്, ഇതൊക്കെ നിർത്തിവെച്ച് ഇത്തരം മഹാദുരന്തങ്ങളിലെയും ആ പണമൊക്കെ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യണം. അതുപോലെ ഇത്തരം ദുരന്തങ്ങൾ ദൈവത്തിൻ്റെ ശാപമായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുന്നറിയിപ്പായിരിക്കാം, ദൈവത്തിൻ്റെ താക്കീതായിരിക്കാം. അതുകൊണ്ട് ജനങ്ങൾ ആത്മീയ ബോധത്തിലൂടെ കുറെ കൂടി ധാർമ്മിക ചിന്ത വളർത്തണം എന്ന എല്ലാ വിഭാഗങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് വന്നുകൂടെയെന്നുണ്ട്. വളരെ പ്രസക്തമായ വിഷയമാണ്. നമ്മുടെ സഹോദരങ്ങൾ ദുഃഖിക്കുമ്പോൾ, അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ കഴിയുന്നതും ആഘോഷങ്ങളും പൊലിമകളും ഒക്കെ മാറ്റിവെച്ച് അത്തരം വേദനകളിൽ നമുക്കാവുന്ന സേവനങ്ങൾ ചെയ്യാനുള്ള പ്രേരണ നൽകുകയല്ലേ ആത്മീയ ആചാര്യന്മാരും മറ്റും ഒത്തൊരുമിച്ച് വേണ്ടത്? അതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതിനുതകുന്ന രീതിയിൽ ചർച്ചകൾ ഉയർത്തണം. പക്ഷേ ഒരു വാക്കിനോട് നമുക്ക് ഒട്ടും യോജിക്കാൻ വയ്യ. ദൈവത്തിൻ്റെ ശാപമോ അല്ലെങ്കിൽ മുന്നറിയിപ്പോ ആയിട്ടൊന്നും പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ശപിക്കുന്നവനായിട്ടുള്ളൊരു ദൈവത്തെ നാം ഒട്ട് അംഗീകരിക്കുന്നും ഇല്ല. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമുക്കാവുന്ന ചെറിയൊരു കാര്യം സനാതനധർമ്മ പരിഷത്ത് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഇത് കഴിഞ്ഞാൽ ഉടനെ കോഴിക്കോടുള്ള എല്ലാ തുണിക്കടകളിലും ഒന്ന് തെണ്ടുക, എന്നിട്ട് പരമാവധി വസ്ത്രങ്ങൾ സ്വരൂപിക്കുക. എത്ര കിട്ടുന്നു അത്ര നാളെ തന്നെ ചെന്നൈയിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ ഓരോരുത്തരും അത് ചെയ്യുക.
അങ്ങനെയുള്ള പെട്ടെന്നുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടൊപ്പം ദീർഘകാലീനമായി ആധ്യാത്മിക മത നേതൃത്വം അല്ലെങ്കിൽ ആചാര്യന്മാർ ഒത്തൊരുമിച്ചിരുന്ന് ചർച്ചകൾ ചെയ്യുകയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പൊതുവായ നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും എന്നുള്ളതാണ് കൂടുതൽ പ്രാധാന്യേന ചെയ്യേണ്ടത്. അതിന് വ്യക്തി എന്ന രൂപത്തിൽ നമ്മളാൽ കഴിയുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ തന്നെ ഹിന്ദു ക്രിസ്ത്യൻ നേതൃത്വം ഒത്തൊരുമിച്ചിരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, സങ്കീർണമായ പ്രശ്നങ്ങൾ ഒറീസയും അതിനെ തുടർന്ന് സംഭവിച്ച സമയത്ത് അതിൻ്റെ നേതൃത്വം കേരളത്തിൽ ഇരുന്ന സമയത്ത് വളരെ അതിൽ സജീവമായി പങ്കെടുക്കാനും ഒത്തൊരുമിച്ച് ഒരാശയത്തെ സമാജത്തിന് മുമ്പാകെ പറയാനും ഹിന്ദു ക്രിസ്ത്യൻ നേതൃത്വത്തിന് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ പൊതുവിഷയങ്ങളിൽ എപ്പോഴും അങ്ങനെയുള്ള കൂട്ടായ്മകളും ചർച്ചകളും നടക്കേണ്ടതാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്നാണ് വൈയക്തികമായിട്ടുള്ള അഭിപ്രായം. ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞമ്മദ് സാറിനാണ് ചോദ്യം. മത ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ മാധ്യമങ്ങൾ ഭരണഘടന മാറ്റണമെന്ന് ഒരു ചർച്ച വച്ചാൽ അങ്ങയുടെ നിലപാടെന്തായിരിക്കും? അങ്ങയുടെ നിലപാടെന്തായിരിക്കും? എല്ലാ കാര്യങ്ങളെയും നാം നോക്കിക്കാണേണ്ടത് ഭരണഘടനാ മാറ്റം അടക്കം ഇന്ത്യയിലെ മനുഷ്യർക്ക് ഗുണകരമാകുമെങ്കിൽ വർത്തമാനകാലത്തെ നമ്മുടെ ജീവിതത്തെ ഒരു ഇഞ്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകമാകുമെങ്കിൽ ഇന്ത്യയിലെ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങൾക്കിടയിൽ ഐക്യവും സൗഹൃദവും സ്നേഹവും വളർത്താൻ അത് സഹായകമാകുമെങ്കിൽ തീർച്ചയായിട്ടും സ്വാഗതാർഹമായിരിക്കും. അതേസമയം ഇന്ത്യൻ ജനങ്ങളുടെ നിലനിൽപ്പ്, അവരുടെ അഭിവൃദ്ധി, അവർക്കിടയിലുള്ള സ്നേഹം ഇതിന് ഏതെങ്കിലും തരത്തിൽ പോറലേൽപ്പിക്കുമെങ്കിൽ അതിനെതിരെയുള്ള പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും അനിവാര്യമായി തീരും. അടിസ്ഥാനമായി നമ്മൾ സ്വീകരിക്കേണ്ട മാനദണ്ഡം, അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെ സ്വീകരിക്കുന്ന ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് ഗുണമുണ്ടാകുന്നത്. നമ്മുടെ നാട്ടിലെ മനുഷ്യർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ വളർച്ച അസമമായിട്ടാണ്, അണീവൺ ഗ്രോത്താണ്. അത് പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ആദിവാസികൾ, ദളിതർ, ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള, ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മതവിഭാഗമല്ല, മറിച്ച് ഭാഷയിലെ ന്യൂനപക്ഷം ഉണ്ടാവും, മതത്തിലെ ന്യൂനപക്ഷം ഉണ്ടാവും, ലൈംഗിക ന്യൂനപക്ഷം ഉണ്ടാവും. ഇന്ത്യയിൽ ന്യൂനപക്ഷമായവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ന്യൂനപക്ഷം ആവണമെന്നില്ല. അതുകൊണ്ട് ന്യൂനപക്ഷ അവകാശം എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച മാനവികമായ അവകാശ ബോധത്തിൻ്റെ ന്യൂക്ലിയസാണ്. ആ അർത്ഥത്തിലാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ ന്യൂനപക്ഷ അവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെ അവകാശമാണത്. അതുകൊണ്ട് ഇങ്ങനെ ചുരുക്കുന്നു, ഇന്ത്യൻ ജനതയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഇന്ത്യയിലെ അസമമായ വികാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടവർക്ക് കുറേ കൂടി അവസരങ്ങൾ നൽകുന്ന തരത്തിലുള്ള ഏത് ഭേദഗതിയും തീർച്ചയായിട്ടും സ്വാഗതാർഹമായിരിക്കും. KN സാറേ, ബഹുമാനപ്പെട്ട KN സാറേ, നഴ്സറി കുട്ടിയുടെ കല്ലേറായിട്ട് തരം താഴ്ത്തിക്കൊണ്ട് അസഹിഷ്ണുത കാണിക്കില്ല എന്നുള്ള ഒരു ധൈര്യത്തിലാണ് ചോദിക്കുന്നത്. സാറിൻ്റെ നിലപാടുകൾ, സാർ എഴുതിയ പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞു, നിലപാടുകളിൽ അടുത്ത കാലഘട്ടത്ത് വലിയ രീതിയിൽ മാറ്റമുള്ളതായി ഞങ്ങൾ കാണുന്നു. താങ്കളുടെ ചായ്വ് അല്പം ഇസ്ലാമിക പക്ഷത്തേക്കായി മാറി എന്ന് ഞങ്ങൾ കാണുന്നു. അതുകൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം. മറ്റൊരു കാര്യം കൂടെ, അങ്ങ് വേദിയിൽ അങ്ങ് പറഞ്ഞു എല്ലാ കാര്യങ്ങളെയും അദ്ദേഹം ഒരുപോലെ എതിർക്കുന്നു എന്ന്. എങ്കിൽ എന്തുകൊണ്ട് ഹിന്ദു ധർമ്മത്തെ മാത്രം അങ്ങ് എതിർത്ത് സംസാരിച്ചു? എന്തുകൊണ്ട് മറ്റുള്ള അസഹിഷ്ണുത, ന്യൂനപക്ഷ അസഹിഷ്ണുത അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദം ഇതിനെ കുറിച്ചൊന്നും ഒരു അക്ഷരം പോലും അങ്ങ് മുണ്ടിയില്ല? ആ കാര്യത്തിൽ ഒരു വിഷമമുണ്ട്, നഴ്സറി കുട്ടി ആയതുകൊണ്ടായിരിക്കാം. അല്ല, ഇത് വസ്തുതാപരമല്ല. കാരണം ഞാൻ എഴുതിയ പുസ്തകങ്ങൾ സുഹൃത്ത് പരിഗണിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ആഹ്ലാദകരമാണ്. പക്ഷെ അദ്ദേഹം ചില പുസ്തകങ്ങൾ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. അദ്ദേഹം പരിഗണിക്കാത്ത എൻ്റെ മറ്റ് പുസ്തകങ്ങൾ കൂടി പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. കാരണം 30ഓളം പുസ്തകങ്ങൾ ഞാൻ എഴുതിയതുണ്ട്, എഡിറ്റ് ചെയ്ത പുസ്തകങ്ങൾ വേറുണ്ട്. ഇസ്ലാമിക ഭീകരതക്കെതിരെ, എല്ലാതരം ഭീകരതകൾക്കെതിരെയും ഞാൻ എഴുതിയിട്ടുണ്ട്. അത് വായിക്കണം. നമ്മുടെ നാട്ടിലുള്ളൊരു പ്രവണത എന്താണെന്ന് പറഞ്ഞാൽ, ഈ സ്വാഗത പ്രസംഗം എന്നുള്ളത് ഇവിടെ അല്ല, ഇവിടെ വളരെ കൃത്യമായിട്ടാണ്. ചില സ്ഥലങ്ങളിലൊക്കെ സ്വാഗത പ്രസംഗം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എഴുതാത്ത പുസ്തകമൊക്കെ നമ്മൾ എഴുതിയെന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാ എഴുതിയതെന്ന് അവർക്ക് അറിയില്ല എന്ന് തന്നെയാണല്ലോ. അപ്പോൾ അതേപോലെയാണ് സ്ഥിതി. ഇപ്പം ഞാൻ അവസാനം എഴുതിയ ഒരു പ്രബന്ധത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, വന്ദിക്കാൻ അവകാശമുണ്ടെങ്കിൽ നിന്ദിക്കാനും അവകാശമുണ്ട്
എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ദൈവങ്ങളായ ദൈവങ്ങളെയും പ്രവാചകന്മാരെയും പരിഷ്കർത്താക്കളെയും അടക്കം എന്തിനേയും, അതായത് നിങ്ങൾക്ക് സിന്ദാബാദ് വിളിക്കാൻ അവകാശമുണ്ടെങ്കിൽ മൂർദാബാദ് വിളിക്കാനും അവകാശമുണ്ടായിരിക്കണം എന്ന കൃത്യം നിലപാട് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസിദ്ധീകരണത്തിൽ എഴുതിക്കഴിഞ്ഞ ഒരാളുടെ മുമ്പിൽ വന്നിട്ട് തന്നെ വേണം ഇതുപോലുള്ള ചോദ്യം ചോദിക്കാൻ എന്ന് മാത്രമേ ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, പിന്നെ ചോദ്യത്തിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്, ഹിന്ദു ഭരണം. അങ്ങനെ ഒരു ഭരണമില്ല. തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ടത് ഒരു മതനിരപേക്ഷ ഭരണം. നമ്മുടെ ഈ കൂട്ടായ്മയെക്കുറിച്ച് സ്വാമികൾ പറഞ്ഞല്ലോ, അതിനെ ഞാനും ശരിവെക്കുകയാണ്. കാരണം ഇവിടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നു. ഇതിനോട് യോജിക്കുന്നവരുണ്ടാവും, വിയോജിക്കുന്നവരുണ്ടാവും. യോജിക്കാനും വിയോജിക്കാനുമുള്ള അവകാശമാണ് ജനാധിപത്യത്തിൻ്റെ ഉള്ളടക്കം. അത് ഉന്മൂലനം ചെയ്യപ്പെടരുത്. അതിപ്പോൾ ഈ സദസ്സിൽ ഉന്മൂലനം ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇതൊരു ജനാധിപത്യ സദസ്സാണ്. ഈ ജനാധിപത്യ ബോധ്യമാണ് നമ്മൾ നമ്മുടെ പഠനങ്ങളിലേക്കൊക്കെ വിപുലീകരിക്കേണ്ടത്. പക്ഷേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മുൻവിധികൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നമ്മൾ ചില ചോദ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കരുത്. ഇപ്പോൾ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ നടത്തുന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം നമ്മുടെ നാട്ടിൽ പത്രമുണ്ട്, ചാനലുണ്ട്, പുസ്തകമുണ്ട്, പിന്നെ സംഘടനകൾ നടത്തുന്ന പ്രവർത്തനമുണ്ട്. ഞാനൊരു വ്യക്തിയല്ല, പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തകനാണ്. ഞങ്ങളുടെ സംഘടന എല്ലാ തരത്തിലുള്ള വർഗീയതകൾക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എഴുതിയത് അത് സംബന്ധമായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്: എൻ്റെ പേരിലുള്ള പുസ്തകങ്ങളും പ്രബന്ധങ്ങളും നോക്കിയിട്ട് ഞാൻ ഇതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ, അദ്ദേഹം ചോദ്യത്തിൽ ഇങ്ങനെ കൂടി വെച്ചിട്ടുണ്ട്, സമീപകാലത്ത് എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ KN അതേപ്പറ്റി പറഞ്ഞിരുന്നു, ഇപ്പം പറയുന്നില്ല എന്നാണ് എൻ്റെ ധ്വനി. അങ്ങനെയാണെങ്കിൽ ഒരു പീരീഡ് വെച്ചിട്ട് അതിന് ശേഷം ഞാൻ എഴുതിയതും പറഞ്ഞതും പരിശോധിക്കാനുള്ള വിനയവും വിവേകവും എൻ്റെ സുഹൃത്ത് പ്രകടിപ്പിക്കും എന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ചോദ്യം, എനിക്ക് രണ്ട് കാഴ്ചപ്പാടുകൾ അറിയാൻ ആഗ്രഹമുണ്ട്. ഒന്ന് കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടും സ്വാമിജിയുടെ ഭാരതീയമായ കാഴ്ചപ്പാടും. നമ്മൾ മതേതരത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ പട്ടിണി കിടക്കുന്നവരോട് ജാതിയും മതവും ചോദിക്കുവാൻ പാടില്ല എന്ന സാമ്പത്തിക സംവരണം നമ്മുടെ രാജ്യത്തിൽ നടപ്പിലാക്കണമെന്നതിനെക്കുറിച്ച് രണ്ടുപേരുടെയും കാഴ്ചപ്പാട് അറിയാൻ ആഗ്രഹമുണ്ട്. രണ്ടാമത്തേത്, ഈ നാട്ടിൽ ഇസ്ലാമിനൊരു നിയമം, ഹിന്ദുവിനൊരു നിയമം, വ്യത്യസ്ത നിയമങ്ങൾ ആവശ്യമില്ല, ഏകീകൃത സിവിൽ കോഡ് വേണം, ഏവർക്കും ഒരൊറ്റ നിയമം, ഈ രാജ്യത്തിലെ പൗരന്മാരെല്ലാം തുല്യരാണ് എന്ന ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ഇടതുപക്ഷ ചിന്തകനായ അങ്ങയുടെ കാഴ്ചപ്പാടും ഭാരതീയമായ സ്വാമിജിയുടെ കാഴ്ചപ്പാടും അറിയാൻ ആഗ്രഹമുണ്ട്. പിന്നെ നേരത്തെ സ്വാമിജി സൂചിപ്പിച്ച ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠം തലനാരിഴകേറി പരിശോധിച്ച് തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞ, യാക്കൂബ് മേമനെ കൊല്ലാൻ പാടില്ലെന്ന് പറഞ്ഞ സീതാറാം യെച്ചൂരിയുടെ കൂടെയാണോ അങ്ങ്, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഭാഗത്താണോ അങ്ങുള്ളത് എന്നും അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. വളരെ കൃത്യം ചോദ്യങ്ങളാണ്. കാരണം ഒരു നിലപാടാണ് അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ ചോദ്യത്തെ അഭിവാദ്യം ചെയ്യുന്നു. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ വിവിധ സാമൂഹ്യ വിഭാഗങ്ങൾ നിലവിലുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. അതായത് സാമ്പത്തിക സംവരണം സംബന്ധിച്ചുള്ള ചോദ്യമാണ്. ഞാൻ സാമ്പത്തിക സംവരണത്തെ അനുകൂലിക്കുന്നില്ല, ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ. അതായത് സാമൂഹ്യമായ വിവേചനം അനുഭവിക്കുന്ന ജനങ്ങൾ, ഉദാഹരണമായിട്ട് ആദിവാസികൾ, ദളിതർ, ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ളവർ സാമ്പത്തിക ചൂഷണം മാത്രമല്ല സാമൂഹ്യ വിവേചനവും അനുഭവിക്കുന്നുണ്ട്. അതുപോലെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ സാമ്പത്തിക വിവേചനം മാത്രമല്ല സാമൂഹ്യ വിവേചനം അനുഭവിക്കുന്നുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഈ ബുദ്ധൻ അങ്ങനെയാണല്ലോ പറയുന്നത്. ബുദ്ധൻ സിദ്ധാർത്ഥ രാജകുമാരൻ ഒരു അർദ്ധരാത്രി ജീവിതത്തിൻ്റെ പൊരുൾ തിരക്കി ഇറങ്ങി നടന്നപ്പോൾ ബുദ്ധനായി എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, അതേക്കുറിച്ച് വേറൊരു വിശകലനമുണ്ട്. അത് നമുക്ക് പ്രചാരത്തിലുള്ള കഥ മാത്രം പറയാണ്. ഞാൻ ഈ ചോദ്യം തിരിച്ചിടുകയാണ്. യശോധരയായിരുന്നു അർദ്ധരാത്രി ജീവിതത്തിൻ്റെ പൊരുൾ തിരക്കി ഇറങ്ങി പുറപ്പെട്ടിരുന്നെങ്കിൽ ഡെഡ് ബോഡി പോലും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കിട്ടുമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ രാജ്ഞിയായാലും സ്ത്രീ ആകുമ്പോൾ സ്ത്രീകൾ എന്ന അർത്ഥത്തിൽ സാമൂഹ്യ ലിംഗവിവേചനം അനുഭവിക്കുന്നുണ്ട്. അതുപോലെ ദളിതർ വിവേചനം അനുഭവിക്കുന്നുണ്ട്, ആദിവാസി വിവേചനം അനുഭവിക്കുന്നുണ്ട്. ഇതിനെ സാമ്പത്തികമായി മാത്രം കാണാൻ പറ്റില്ല. അതുകൊണ്ട് സാമ്പത്തിക പരിഗണനകൾ തീർച്ചയായിട്ടും പ്രസക്തമാണ്, പക്ഷേ സാമൂഹ്യ വിവേചനം പരിഗണിക്കണം. അതുകൊണ്ട് വെറും സാമ്പത്തിക സംവരണം ഉള്ളവർ ഇല്ലാത്തവർ എന്ന അടിസ്ഥാനത്തിൽ സമ്പത്ത് മാത്രം മാനദണ്ഡമാക്കി സാമ്പത്തിക സംവരണം മാത്രമാണ് എന്ന നിലപാടിനോട് യോജിക്കുന്നില്ല. 2,
ആദിവാസികൾ, ദളിതർ എന്നിവർക്കിടയിൽ നിന്ന് ഒരു പുതിയ സാമൂഹ്യ സാമ്പത്തിക വർഗം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവർക്ക് പൂർണ്ണമായും ജാതി അടിസ്ഥാനത്തിൽ തന്നെ സംവരണം തുടരണം. അതേസമയത്ത് OBC വിഭാഗത്തിൽ നിന്ന്, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ഒരു പുതിയ സമ്പന്ന വർഗം ഉയർന്നു വന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സംവരണത്തിൻ്റെ മാനദണ്ഡങ്ങൾ കൂടി അവരുടെ കാര്യത്തിൽ പ്രയോഗിക്കാവുന്നതാണ്. ഇതാണ് അത് സംബന്ധമായുള്ള നിലപാട്. ഈ അടുത്ത കാലത്തെ ക്രീമി ലെയർ ഞാൻ വിശദീകരിക്കുന്നില്ല, അതാണ് ഒന്ന്. രണ്ടാമത്, വിവിധ നിയമങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു, അത് ഏകീകരിക്കപ്പെടേണ്ടതല്ലേ? തീർച്ചയായിട്ടും നിയമങ്ങൾ ഏകീകരിക്കപ്പെടാവുന്നതാണ്. ഞാൻ പക്ഷേ ഏകീകൃത സിവിൽ നിയമം എന്നതിനേക്കാൾ സെക്കുലർ സിവിൽ കോഡ് എന്നൊരു പരികല്പനയാണ് ഞാൻ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്. നിയമങ്ങളുടെ ഏകീകരണം ആവശ്യമുണ്ട്, പക്ഷേ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമം എന്നതിന് പകരം മതനിരപേക്ഷമായ ഒരു നിയമം അടിയിൽ നിന്ന് വികസിച്ച് വരണം. ആ അർത്ഥത്തിൽ ഒരു സെക്കുലർ സിവിൽ കോഡ് ആവശ്യമുണ്ട്. പിന്നെ ഒരു ചോദ്യം കൂടി ഉയർന്നു വന്നല്ലോ, ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. അത് ആദ്യം തന്നെ സീതാറാം യെച്ചൂരിയുടെ കാഴ്ചപ്പാടിനൊപ്പമാണ് എന്ന് ഒരു അവ്യക്തതയുമില്ലാതെ ഞാൻ ഉറപ്പിച്ചു പറയാം. പിന്നെ ഈ വിഷയത്തെക്കുറിച്ച്, ഇത് മാത്രമല്ല, കോടതി എന്നതിനെക്കുറിച്ച് തന്നെ, ഇന്ത്യൻ കോടതികളെക്കുറിച്ച് വളരെ ആദരവുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എല്ലാ കോടതി വിധികളെക്കുറിച്ചും ആദരവുള്ള ഒരാളല്ല. വിശദീകരണം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ സച്ചിദാനന്ദൻ്റെ കവിതയിലെ ഒരു പ്രയോഗം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. പോറ്റിയുടെ കോടതിയിൽ നിന്ന് പുലയന് നീതി കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് സച്ചിദാനന്ദൻ. ഇത് സുബ്രഹ്മണ്യ പോറ്റിയെക്കുറിച്ചല്ല, ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ചല്ല, പക്ഷേ ഇങ്ങനൊരു പ്രവണത തീർച്ചയായിട്ടും ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ആ കാര്യത്തിൽ തന്നെയാണ് ഞാനും നിൽക്കുന്നത്. അത് വേറൊരു വിഷയമായതുകൊണ്ട് അതിലേക്ക് സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ടും കടക്കുന്നില്ല. ഇവിടെ 2 പേരോടുമായി ചോദ്യം ഉന്നയിച്ച ചോദ്യകർത്താവ് 2 ചോദ്യമാണ് പൊതുവായി വെച്ചത്. 3-ാം ചോദ്യം പ്രൊഫസർ അദ്ദേഹത്തോട് മാത്രമാണ്. അതുകൊണ്ട് 2 എണ്ണത്തിനാണ് ഇവിടെ നമ്മുടേതായ മറുപടി പറയാൻ ബാധ്യതയുള്ളത്. ഒന്ന്, സാമ്പത്തിക സംവരണം എന്നുള്ളത്. ഏത് മേഖലയിൽ താഴെ തട്ടി നിൽക്കുന്ന വ്യക്തിയെയും കൈപിടിച്ചുയർത്തി സമാനതയിലേക്ക് എത്തിക്കുക എന്നുള്ളത് വികസിതമായ ഒരു സമൂഹത്തിൻ്റെ കർത്തവ്യമാണ്. അതുകൊണ്ട് തന്നെ ഏത് മേഖലയിൽ ക്ലേശം അനുഭവിക്കുന്നവർക്കും ചില സംവരണ നയങ്ങൾ, ചില എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പ്രത്യേക വൈദഗ്ധ്യം ഉണ്ടാവേണ്ടുന്ന തൊഴിലുകളിൽ ഏർപ്പെടേണ്ടവർക്ക് അതിൻ്റെ ആപ്റ്റിറ്റ്യൂഡുള്ളവരെ വരാൻ പാടുള്ളൂ. അല്ലാതെ സംവരണം വെച്ച് മാത്രം വന്നുകൂടാ, അത് അപകടം വരുത്തും. അത് മനസ്സിൽ വെച്ചിട്ടാണ് ചില എന്ന് പറഞ്ഞത്. ചില സംവരണങ്ങൾ സ്വാഗതാർഹമാണ്. അതേ സമയത്ത് മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിലുള്ള എല്ലാ സംവരണങ്ങളും നമ്മുടെ രാഷ്ട്രം എന്ന കാഴ്ചപ്പാടിനെ ഇല്ലാതാക്കുന്നതാണ്. അതുകൊണ്ട് സംവരണം തീർച്ചയായിട്ടും സർക്കാരുമായി ബന്ധപ്പെട്ടതും സാമ്പത്തിക ഘടകങ്ങൾ ഉൾപ്പെടുന്നതും, ഉദാഹരണം വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ മേഖലകളിലുള്ള എല്ലാ സംവരണങ്ങളും കേവലം സാമ്പത്തിക സംവരണമാകണം. അപ്പോൾ സാമ്പത്തികമായി ആരാണോ കഷ്ടപ്പെടുന്നത്, അവൻ ഹിന്ദു ആവട്ടെ, ഇസ്ലാം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, ആരോ ആവട്ടെ, ഇനി ഈ പറയുന്ന ഏതോ ജാതി വിഭാഗമാകട്ടെ, ആര് സാമ്പത്തികമായി താഴെ തട്ടിലുണ്ടോ അവൻ രക്ഷിക്കപ്പെടണം. അവിടെ ജാതിയോ മതമോ പരിഗണനയാവരുത്. തീർച്ചയായിട്ടും ഇത് നീതിയുക്തമായി നടപ്പിലാക്കുമ്പോൾ അർഹിക്കുന്നവർക്ക് ഉയരാനുള്ള സാഹചര്യം ലഭിക്കും. അതേത് മതത്തിലുള്ളവനാണെന്ന് പരിഗണിക്കരുത്. അല്ലാതെ വരുമ്പോൾ വലിയ അസമത്വവും സാമൂഹികമായി വളർന്നു വരുന്ന അമർഷവും ഭാവിയിലൊരു വിസ്ഫോടനത്തിലേക്ക് എത്തിക്കും. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ മത ന്യൂനപക്ഷം എന്നതിൻ്റെ പേരിൽ സംവരണം പറയുന്നു. കേരളത്തിൽ ഏറ്റവും അധികം വില കൂടിയ വാഹനങ്ങൾ ആരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? വിവരാവകാശ നിയമമനുസരിച്ച് അന്വേഷിച്ച് നോക്കുക. വിദ്യാലയങ്ങളും ആശുപത്രികളും ഏറ്റവും കൂടുതൽ നടത്തുന്നത് സാമൂഹികമായി ഏത് സമൂഹമാണ്? ഭൂസ്വത്തിൻ്റെ ഉടമസ്ഥത കൂടുതൽ ആരുടെ കൈവശമാണ്? ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഇസ്ലാമിക സമൂഹത്തെ ഒരു തരത്തിലും ന്യൂനപക്ഷമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇന്ന് നിലവിലുള്ള നിയമമനുസരിച്ച് അല്ലെങ്കിൽ നയമനുസരിച്ച് സംവരണം മതത്തിൻ്റെ അടിസ്ഥാനത്തിലാകുന്നു. കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത നമ്പൂതിരി എന്ന് പറയുന്നവന് സംവരണമില്ല, അവൻ മേലാളനാണ്. കോടീശ്വരനായ ഒരു ഇസ്ലാമിൻ്റെ മകൾക്കും
സ്കോളർഷിപ്പ്, സംവരണങ്ങൾ, എല്ലാ ആനുകൂല്യങ്ങളുണ്ട്. ഇതെന്തൊരു നിയമം, ഇതെന്തൊരു നയം? നേരെ മറിച്ച് സാമ്പത്തിക പരിഗണന മാനദണ്ഡമാകുമ്പോൾ അർഹിക്കുന്നവർ, അവർ ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസൽമാൻ ആയിക്കോട്ടെ, മതമില്ലെന്ന് പറയുന്നവനായിക്കോട്ടെ, അത് ലഭിക്കും, ഉയരും. ആ സംവിധാനക്രമമാണ് ഉണ്ടാവേണ്ടത്. എങ്കിൽ മാത്രമേ രാഷ്ട്രമുണ്ടാകൂ എന്നുള്ളതാണ് നമ്മുടെ വ്യക്തിപരമായും ധാർമ്മിക നിലപാടിൽ പറയാനുള്ളതുമായ അഭിപ്രായം. രണ്ടാമത്തെ ചോദ്യം ഒരു പൊതു നിയമം എന്നതിനെക്കുറിച്ചാണ്. ഒരു രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ ഒരു നിയമം വേണം. അവിടെ ഹിന്ദുവിനൊരു നിയമം, ഇസ്ലാമിനൊരു നിയമം, ക്രിസ്ത്യാനിക്കൊരു നിയമം എന്നതാകുമ്പോൾ ഒരിക്കലും രാഷ്ട്രം നിലനിൽക്കില്ല. അവിടെ അസമത്വം തന്നെയാണ്. അതുകൊണ്ടാണ് EMS നമ്പൂതിരിപ്പാട് ഏക സിവിൽ കോഡിനെ കുറിച്ച് ആവർത്തിച്ച് പ്രസംഗിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഏക സിവിൽ കോഡ് നിർമ്മിക്കുന്നതിനെക്കുറിച്ച് വളരെ ഗൗരവതരമായി ഭാരതത്തിൽ അധികാരമേൽക്കുന്ന സർക്കാരുകൾ ചിന്തിച്ച് നടപ്പിലാക്കണമെന്ന് ഭരണഘടനാ ശില്പികൾ രേഖപ്പെടുത്തി വെച്ചത്. അതുകൊണ്ട് ഒരു പ്രകാരത്തിലും വ്യത്യസ്ത നിയമങ്ങൾ ഒരു രാഷ്ട്രത്തിൽ നിലനിൽക്കരുതാത്തതാണ്. ഹിന്ദുവിനൊരു നിയമം, ക്രിസ്ത്യാനിക്കൊരു നിയമം, മുസൽമാൻ ഒരു നിയമം. ഇനി ആ നിയമത്തിൽ തന്നെ പ്രത്യേകത, ഇസ്ലാമിക ശരീഅത്ത് സിവിൽ വേണം, ക്രിമിനൽ വേണ്ടെന്നാണ്. അഥവാ ശരീഅത്ത് ഈശ്വരദത്തമാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ പിന്നെ സിവിലും ക്രിമിനലും ഒരുപോലെ സ്വീകരിക്കണ്ടേ? അത് പറ്റില്ല. സിവിൽ വേണം, ക്രിമിനൽ വേണ്ട. അപ്പം ഇത്തരം നയങ്ങൾ ഒന്ന് മാറ്റി സത്യസന്ധമായൊരു നിരൂപണത്തിന്, ബൗദ്ധികമായ അടിമത്തം ഒന്ന് ഉപേക്ഷിച്ച് ഒരു സമൂഹം, ഒരു രാഷ്ട്രം, ഒരു നിയമം, ഒരു വ്യവസ്ഥ അത് വരാൻ സങ്കല്പിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഈ ഏക നിയമം നിലനിന്നാൽ മാത്രമേ അവിടെ ഉയർച്ചയുണ്ടാകൂ. അല്ലാതെ ഒരിക്കലും പോറ്റിയുടെ നിയമത്തിൽ പുലയന് രക്ഷ ഉണ്ടാവില്ല എന്നുള്ള പരാമർശം പോറ്റിയും പുലയനുള്ള വ്യത്യാസം നിലനിൽക്കുന്ന കാലത്തോളമാണെന്ന് അറിയുക. ഇനി പുലയനെ ഉയർത്താൻ ആ വ്യത്യാസം നിലനിർത്തണം എന്ന് തന്നെയാണ്